അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും കൂടി ഇന്ന് പോകുന്നത് ഒരു സ്ഥലം വരെയാണ്, വേറെ എവിടെയല്ല ഗൈസ്, നമ്മുടെ ശങ്കുരുവിൽ നിന്ന് മൊട്ടടിക്കാൻ കൊണ്ടുപോകുന്നത്. അവന് കഴിഞ്ഞ ആഴ്ച 1 വയസ്സ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം, കേരള പഴനി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാൻ ഇന്ന് എണ്ണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എണ്ണി 10-15 സ്റ്റെപ്പ് ആയപ്പോഴേക്കും നമ്മുടെ വേദപ്പൻ നിലത്ത് വീഴാൻ പോയപ്പോൾ പിന്നെ വേദപ്പനെയും പിടിച്ച് നടന്നതുകൊണ്ട് സ്റ്റെപ്പ് എണ്ണാൻ പറ്റിയില്ല ഗൈസ്. ഇതിൻ്റെ സ്റ്റെപ്പ് എണ്ണി തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കയറിയത്, പക്ഷെ നടന്നില്ല. അപ്പോൾ വേദപ്പൻ ഭയങ്കര കുറുമ്പനായതുകൊണ്ട് അവനെ പിടിച്ചില്ലെങ്കിൽ അവൻ നിലത്ത് വീഴും. അപ്പോൾ അവനും പിടിച്ചുകൊണ്ട് കയറി ദേ കുറച്ചെത്തിയപ്പോഴേക്കും ഇതിൻ്റെ താഴത്തോട്ടുള്ള വ്യൂ ആണിത്. അപ്പോൾ എല്ലാ പിള്ളേരും അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും പേടിച്ച്, നമ്മുടെ ശിങ്കുരു ആണെങ്കിൽ പിന്നെ കരയണ കൂട്ടത്തിലായതുകൊണ്ട് നമ്മളിപ്പോൾ കരയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു പകുതി മുട്ടടിക്കണ വരെ അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കരഞ്ഞിട്ടൊന്നുമില്ല. അതെല്ലാം നോക്കി അവൻ എന്താ ചെയ്യണതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് മുടി പോകുന്നുള്ളത്. ആളിപ്പോൾ വലിയ അലമ്പൊന്നുമില്ലാണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ആരും തന്നെ എന്തോ ചെയ്യാണെന്നുള്ളതും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നൈസായിട്ട് ആൾ കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പാടുപെട്ട് ചിരിപ്പിക്കാൻ നോക്കുകയാണ്. അവൻ്റെ അമ്മയാണ് ഫോണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അവനെ ഒന്ന് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ കുറച്ച് നേരം നോക്കിയിരിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട്. പക്ഷേ അവിടെ എല്ലാ പിള്ളേരും കരച്ചിലാണ് ഗൈസ്. അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു അവൻ ഇപ്പോൾ കരയുമെന്ന്. എന്നാലും കുറച്ച് നേരമൊക്കെ അവൻ പിടിച്ച് നിന്നു. അത് കഴിഞ്ഞ് തലയിലാണെങ്കിൽ ചൂടുകൂരമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത് പൊട്ടിയപ്പോൾ നീറിയപ്പോഴാണ് പിന്നെ അവൻ കരഞ്ഞത്. തലയുടെ ബാക്ക് സൈഡൊക്കെ അടിക്കുമ്പോഴത്തേനും പിന്നെ അവൻ കരഞ്ഞ് ആകെ പൊളിച്ച് കരഞ്ഞൊക്കെ അലമ്പാക്കിയിരുന്നു. അപ്പോൾ അതേ മൊട്ടടിച്ചൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ തന്നെ മൊട്ടടിച്ച കുട്ടികൾക്ക് അവിടെ കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ അവിടെ തന്നെ ചൂടുവെള്ളം പച്ചവെള്ളമൊക്കെ ഉണ്ട്, നമ്മുടെ സൗകര്യം പോലെ അവിടെ തന്നെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവനെ തന്നെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. പിന്നെ അവിടെ കാവടിയൊക്കെ എടുക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഇങ്ങോട്ട് പോന്നു. ഇതിപ്പോൾ സ്ഥലം വരുന്നത് നമ്മുടെ ചോച്ചേരിക്കുന്ന് ആണ് ഇതിൻ്റെ കറക്റ്റ്